അയർലൻഡ് പര്യടനത്തിലെ അപ്രതീക്ഷിത തിരിച്ചടിയും മലയാളി താരം സഞ്ജുവിന്റെ ബാറ്റിംഗ് തകർച്ചയും ഇന്ത്യൻ ക്രിക്കറ്റ് ലോകത്ത് വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. കൗമാരവിസ്മയം വൈഭവ് സൂര്യവംശിയുടെ അരങ്ങേറ്റം വൈകുന്നതിനെക്കുറിച്ചും സീനിയർ താരങ്ങൾക്ക് നൽകുന്ന അമിത പിന്തുണയെക്കുറിച്ചും ആരാധകർക്കിടയിൽ ഭിന്നസ്വരങ്ങൾ ഉയരുമ്പോൾ ഈ വിഷയത്തിൽ കൃത്യമായി നിലപാട് വ്യക്തമാക്കി രംഗത്തെത്തിയിരിക്കുകയാണ് ഇന്ത്യൻ ബാറ്റിംഗ് കോച്ച് റയാൻ ടെൻ. അയർലൻഡിനെതിരായ T20 പരമ്പരയിൽ 0-2 നാണംകെട്ട തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നത് ഇന്ത്യൻ ടീമിന് വലിയ ആഘാതമായിട്ടുണ്ട്. പരമ്പരയിലെ ഏറ്റവും വലിയ നിരാശകളിൽ ഒന്നായിരുന്നു ഓപ്പണറുടെ റോളിലെത്തിയ സഞ്ജുവിന്റെ പ്രകടനം. 2 മത്സരങ്ങളിലും യഥാക്രമം 5-0 എന്നിങ്ങനെ സ്കോർ ചെയ്ത് പൂർണ്ണ പരാജയമായ സഞ്ജുവിനെതിരെ സോഷ്യൽ മീഡിയയിലടക്കം വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് ഉയർന്നത്. ഇതോടെയാണ് കരിയറിലെ ഏറ്റവും മികച്ച ഫോമിൽ നിൽക്കുന്ന 15 വയസ്സുകാരൻ വണ്ടർ കിഡ് വൈഭവ് സൂര്യവംശിയെ എന്തുകൊണ്ട് പരീക്ഷിച്ച് നോക്കിയില്ല എന്ന ചോദ്യവുമായി ആരാധകർ രംഗത്തെത്തിയത്. ഐറിഷ് പര്യടനത്തിനു ശേഷം മാധ്യമങ്ങളെ കണ്ട ഇന്ത്യൻ ബാറ്റിംഗ് കോച്ച് റയാൻ ടെൻ സഞ്ജുവിനെ പൂർണ്ണമായി പിന്തുണയ്ക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. ഒരു കളിക്കാരൻ 2-3 മത്സരങ്ങളിൽ പരാജയപ്പെടുമ്പോൾ പെട്ടെന്ന് ടീമിൽ നിന്ന് മാറ്റി നിർത്തുന്നത് മാനേജ്മെന്റിന്റെ നയമല്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. സഞ്ജുവിന്റെ സമീപകാലത്തെ മികച്ച പ്രകടനങ്ങളെ മുൻനിർത്തിയാണ് കോച്ച് സംസാരിച്ചത്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ കളിക്കാൻ വൈഭവ് സൂര്യവംശി പൂർണ്ണമായും യോഗ്യനാണ് എന്നതിൽ ആർക്കും യാതൊരുവിധ തർക്കവുമില്ല. എന്നാൽ കേവലം 2 മത്സരങ്ങളിലെ മോശം ഫോമിന്റെ പേരിൽ സഞ്ജുവിനെ പോലൊരു കളിക്കാരനെ ഒഴിവാക്കുകയെന്നത് ചിന്തിക്കാൻ പോലും കഴിയില്ല. 3 മാസം മുമ്പ് ഇന്ത്യ T20 ലോകകപ്പ് കിരീടം ചൂടിയപ്പോൾ അതിൽ വലിയ പങ്കുവഹിച്ച താരമാണ് അദ്ദേഹം. കഴിഞ്ഞ IPL ചെന്നൈ സൂപ്പർ കിങ്സിനായി 2 തകർപ്പൻ സെഞ്ചുറികൾ നേടി മികച്ച ഫോമിലായിരുന്നു സഞ്ജു. കോച്ച് തുറന്നു പറഞ്ഞു, കളിക്കാർക്ക് മാനസികമായി സുരക്ഷിതത്വവും ആത്മവിശ്വാസവും നൽകേണ്ടത് ഒരു ടീമിന്റെ വളർച്ചയ്ക്ക് അനിവാര്യമാണെന്ന് കോച്ച് വിശ്വസിക്കുന്നുണ്ട്. ടീമിൽ ഒരു ലോങ് റൺ ലഭിക്കുമെന്ന ബോധ്യം കളിക്കാരൻ ഉണ്ടാകുമ്പോൾ മാത്രമേ അവർക്ക് സമ്മർദ്ദമില്ലാതെ സ്വതന്ത്രമായി കളിക്കാൻ കഴിയൂ. അതുകൊണ്ട് തന്നെ അയർലൻഡിൽ റൺസ് കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിലും ജൂലൈ 1 ആരംഭിക്കുന്ന ഇംഗ്ലണ്ടിനെതിരായ 5 മത്സരങ്ങളുടെ T20 പരമ്പരയിലും സഞ്ജു ടീമിൽ തുടരുമെന്ന് തന്നെയാണ് കോച്ചിന്റെ വാക്കുകൾ നൽകുന്ന സൂചന. വെറും 15 വയസ്സ് മാത്രം പ്രായമുള്ള വൈഭവ് സൂര്യവംശിയെ ഇന്ത്യൻ ടീമിലേക്ക് തിരഞ്ഞെടുത്തപ്പോൾ തന്നെ അത് വലിയ വാർത്തയായിരുന്നു. കഴിഞ്ഞ IPL സീസണിൽ രാജസ്ഥാൻ റോയൽസിന് വേണ്ടി 200-ലധികം സ്ട്രൈക്ക് റേറ്റിൽ 776 റൺസ് അടിച്ചുകൂട്ടിയ വൈഭവ് ടൂർണമെന്റിലെ ടോപ്പ് സ്കോറർ അടക്കമുള്ള ഓറഞ്ച് ക്യാപ്പും എമർജിംഗ് പ്ലെയർ പുരസ്കാരവും സ്വന്തമാക്കിയിരുന്നു. കൂടാതെ ഈ വർഷം ആദ്യം നടന്ന അണ്ടർ-19 ലോകകപ്പിൽ ഇന്ത്യയെ ചാമ്പ്യന്മാരാക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച താരം പ്ലെയർ ഓഫ് ദി ടൂർണമെന്റായും തിരഞ്ഞെടുക്കപ്പെട്ടു. ഇത്രയും മികച്ച ഫോമിലുള്ള ഒരു പ്രതിഭയെ പ്ലേയിങ് 11-ൽ കാണാൻ ആരാധകർ അക്ഷമരായി കാത്തിരിക്കുകയാണെന്ന് മാനേജ്മെന്റിന് അറിയാം. എങ്കിലും താരത്തിന്റെ കാര്യത്തിൽ തിടുക്കം കൂട്ടാൻ കോച്ച് ഗൗതം ഗംഭീറും സംഘവും തയ്യാറല്ല. അന്താരാഷ്ട്ര ക്രിക്കറ്റ് എന്നത് വലിയ സമ്മർദ്ദമുള്ള വേദിയാണ്. ഒരു കളിക്കാരൻ എത്ര പ്രതിഭാശാലിയാണെങ്കിലും ടീമിന്റെ ചില സ്വാഭാവിക പ്രക്രിയകളിലൂടെയും കാത്തിരിപ്പിലൂടെയും കടന്നു പോകേണ്ടതുണ്ട്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ കടുത്ത മത്സരങ്ങളിലേക്ക് വൈഭവിനെ പെട്ടെന്ന് തള്ളിവിടുന്നത് താരത്തിന്റെ കരിയറിനെ ദോഷകരമായി ബാധിച്ചേക്കാം. താരത്തിന് അവസരം നൽകാനാണ് ടീം ആഗ്രഹിക്കുന്നത്. താരം കളത്തിലിറങ്ങാൻ എത്രത്തോളം ആഗ്രഹിക്കുന്നുവോ അത്രത്തോളം തന്നെ മാനേജ്മെന്റും ആവേശത്തിലാണ്. എങ്കിലും ശരിയായ അവസരത്തിനായി കാത്തിരിക്കേണ്ടി വരും. ഇന്ന് ഇംഗ്ലണ്ടിൽ ആരംഭിക്കുന്ന 5 മത്സരങ്ങളുടെ T20 പരമ്പര ഇന്ത്യയെ സംബന്ധിച്ച് അത്യധികം നിർണായകമാണ്. അയർലൻഡിനെതിരായ തോൽവിക്ക് ശേഷം ടീമിന്റെ അന്തസ്സ് വീണ്ടെടുക്കാൻ ഗൗതം ഗംഭീറിന് മികച്ചൊരു പരമ്പര വിജയം അനിവാര്യമാണ്. ഇംഗ്ലണ്ടിലെ പേസിനെയും ബൗൺസിനെയും തുണയ്ക്കുന്ന കഠിനമായ സാഹചര്യങ്ങളിൽ പരിചയസമ്പന്നരായ താരങ്ങൾക്ക് തന്നെയായിരിക്കും ടീം മുൻഗണന നൽകുക. ഈ സാഹചര്യത്തിൽ സഞ്ജുവിന് വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. ആദ്യ മത്സരങ്ങളിൽ തന്നെ മികച്ച പ്രകടനം പുറത്തെടുത്ത് ടീമിലെ തന്റെ സ്ഥാനം സുരക്ഷിതമാക്കാനും വിമർശകരുടെ വായടപ്പിക്കാനും സഞ്ജുവിന് ലഭിക്കുന്ന അവസാന അവസരങ്ങളിൽ ഒന്നായിരിക്കാം ഇത്. സഞ്ജുവും അഭിഷേക് ശർമ്മയും ഓപ്പണിംഗ് കോംബോയിൽ തുടരുമ്പോൾ വൈഭവ് സൂര്യവംശി ബെഞ്ചിലിരുന്ന് കളി പഠിക്കാനാണ് സാധ്യത കൂടുതൽ. എന്നാൽ പരമ്പരയിലെ ഏതെങ്കിലും മത്സരങ്ങളിൽ ഇന്ത്യ വിജയം ഉറപ്പാക്കുകയോ അല്ലെങ്കിൽ ബാറ്റിംഗ് നിരയിൽ മാറ്റങ്ങൾ വരുത്താൻ കോച്ച് തീരുമാനിക്കുകയോ ചെയ്താൽ മാത്രമേ വൈഭവിന് അരങ്ങേറ്റത്തിന് വഴി തുറക്കൂ. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ
ഭാവി സുരക്ഷിതമായി കൈകളിലാണെന്ന് തെളിയിക്കുന്നതാണ് വൈഭവ് സൂര്യവംശിയെ പോലുള്ള യുവതാരങ്ങളുടെ വളർച്ച. എന്നാൽ ഈ പുതിയ താരത്തിനു വേണ്ടി നിലവിലുള്ള മാച്ച് വിന്നർമാരെ പെട്ടെന്ന് തഴയുന്നത് ടീമിന്റെ ആത്മവിശ്വാസത്തെ ബാധിക്കുമെന്ന ബാറ്റിംഗ് കോച്ചിന്റെ വിലയിരുത്തൽ യുക്തിസഹമാണ്. സഞ്ജുവിന് മാനേജ്മെന്റ് നൽകുന്ന ഈ വലിയ പിന്തുണ അദ്ദേഹത്തിന് മികച്ച പ്രകടനം പുറത്തെടുക്കാൻ ഊർജ്ജമാകുമെന്നും പ്രതീക്ഷിക്കാം. അതേസമയം ആരാധകരുടെ പ്രിയപ്പെട്ട കൗമാര താരം വൈഭവിന്റെ നീലക്കുപ്പായത്തിലുള്ള മാസ്മരിക പ്രകടനങ്ങൾ അധികം വൈകാതെ തന്നെ ക്രിക്കറ്റ് ആരാധകർക്ക് കാണാം.